വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു FEG ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ഒരു FEG ആണ്. പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ വലിയൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കിയാൽ കാണാം ഇന്നലത്തെ ക്യാൻഡില് നല്ല രീതിയിലൊരു ബെയറിഷ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴോട്ടേക്ക് വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഒരു സപ്പോർട്ട് ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈം നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ക്യാൻഡിലിന്റെ ലോയാണ്. നോക്കിയാൽ കാണാം ഇതൊരു സിംഗിൾ ലോയാണ്. അപ്പൊ ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിനെയും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്യാൻഡിലിന്റെ ലോയിനെയും അതിന്റെ കളർ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു FEGനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ, ഈ ലൈനിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം അവിടെ മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത ഒരു ലൈനാണ്. ആ ഒരു ഏരിയ ഇതിനെയും നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു മൂവ്മെന്റ് തന്നിരിക്കുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്കാണ് വീണ്ടും മാർക്കറ്റ് വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ നിന്നതിന് ശേഷം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നും ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ഏരിയയിലേക്ക്. അപ്പൊ കുറച്ചുകൂടി മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ FEGയിലേക്കോ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിലേക്കോ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കത് നോക്കാവുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു ലെവലിന്റെ മുകളിൽ വരികയാണെങ്കിൽ ഇപ്പൊ വരയ്ക്കാൻ പോകുന്ന ലെവലിന്റെ മുകളിൽ വന്നിട്ട് ഒരുപക്ഷെ FEGയിൽ നിന്നൊരു നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് വരാനാണ് സാധ്യത കാണുന്നത്. നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ലോയിനെ മിനിമം എടുക്കേണ്ടതാണ്. ആ ഒരു ലോയിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ ലോയിനെ എടുക്കേണ്ടതാണ്. ആ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരുപക്ഷെ നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യാം. അത് ഏറെക്കുറെയൊക്കെ മുകളിലോട്ട് നമുക്ക് ഈ തൊട്ടടുത്ത ഈ ഒരു സപ്പോർട്ട് ഏരിയ നിലവിൽ നിൽക്കുന്ന സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ഏരിയയിലേക്കോ അല്ലെങ്കിൽ തൊട്ട് മുകളിൽ എന്തെങ്കിലും പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വെക്കാം. വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ റെഡ് ലൈൻ ആണ്. ഈ റെഡ് ലൈനിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊരു സിംഗിൾ ലോ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നല്ലൊരു റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം. ഇറങ്ങിയിട്ട് വീണ്ടും ഈ ലൈനിലേക്ക് റെഡ് ലൈനിലേക്ക് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയേക്കാം. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് പോയേക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയുടെ അഥവാ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ഈ പറയുന്ന ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.